കുവൈത്തിലുണ്ടായ അപകടത്തിന്റെ വാർത്ത അറിഞ്ഞ് ഞെട്ടലിലാണ് നമ്മളെല്ലാവരും. ഞാനും ഒരു പ്രവാസിൻ്റെ മകനാണ്, എൻ്റെ അച്ഛൻ പ്രവാസിയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും കണ്ടതാണ്. അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പാച്ചപ്പായി ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാർഡ്നെസ് എത്ര ഹെവി ഹാർട്ടഡ് ആണ് നമ്മൾ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ആവുന്നത്. സോ 50-നടുത്ത ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 10-24 മലയാളികളുണ്ട്. മരിച്ച എല്ലാവരുടെയും ഫാമിലിക്ക് കണ്ടോളൻസ്. കാരണം അവരുടെ ആ ഫീലിംഗ് നമുക്കൊരിക്കലും എന്താ പറയുക വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം അറിയാലോ, പുറത്ത് ആളുകൾ ഉള്ള സമയത്ത് പ്രവാസികളുള്ള വീട്ടിലൊക്കെ ഒരു പ്രതീക്ഷയാണ്, കാണാൻ പറ്റും, വരും, സംസാരിക്കുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് പുറത്തു വരുന്നത്. ആൻഡ് ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത്, രാവിലെ മുതൽ ഞാൻ വിഷ്വൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ചാനലുകളിലും ഈ ബിൽഡിങ് കത്തുന്നത് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആളുകൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ചാടുന്ന വഴിക്ക് മരിച്ചുപോയ ആളുകളുടെയൊക്കെ വിഷ്വൽസ് അവരങ്ങനെ ബ്ലറയിക്കാതൊക്കെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. ആക്ച്വലി കുവൈത്തിലൊക്കെ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ മീഡിയാസ് അത് ചെയ്യില്ല, അവിടുത്തെ ഗവൺമെൻറ് അത് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ അവിടെയുള്ള ആളുകൾ ഇവിടുത്തെ ന്യൂസുകാർക്ക് അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടോ വരുന്ന ഈ വീഡിയോസ് നിങ്ങളൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ആദ്യം ഇവിടുത്തെ മീഡിയാസ് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എക്സ്ക്ലൂസീവാണ്, എല്ലാം ഫൈൻ, എല്ലാം സംഭവിച്ചു. പക്ഷെ ആ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ്. കാരണം ഇവരെക്കുറിച്ച് എങ്ങനെയാണ് ഇപ്പോൾ 200 പേരുണ്ടായിരുന്ന ഒരു ലേബർ ക്യാമ്പാണെന്നാണ് പറഞ്ഞത് NBTCൻ്റെ. അപ്പോൾ 200 പേരിൽ എത്ര മലയാളി ഫാമിലീസ് ഉണ്ടാവും? അവരെല്ലാവരും ഭയങ്കരമായിട്ട് എന്താവും, വറീഡാവും. സോ ഇങ്ങനത്തെ വിഷ്വൽസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ കത്തുന്ന വിഷ്വൽസ് ഇട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് കത്തുന്നിട്ടോ ഈ അവർ ചാടി കിടക്കുന്നതും അല്ലെങ്കിൽ അവർ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നതൊക്കെ ഇടുന്നത് അതിനോട് ഭയങ്കര യോജിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ രാവിലെ വന്നത് മുതൽ ഹെയ്റ്റ് കമൻറ്റ്സ്, അത് വേറൊരു സൈഡിൽ ഹെയ്റ്റ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ ഒരു കമൻറ്റ് മാത്രമേ അവിടെ എടുത്ത് വെച്ച് വായിച്ചിരാം. അതിൽ മലയാളികളുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, സുഡാപ്പി തീവ്രവാദികൾ കരുതി കൂട്ടി ഉണ്ടാക്കിയ അപകടമാണിത്. എന്തോന്ന് പറയാനാണ് ഇതിന് അല്ലേ വിനുബ്രോ? വിനുബ്രോ ഉണ്ട് ഇപ്പോൾ അല്ലേ? ശരിക്കും എൻ്റെയും ആദരാഞ്ജലികൾ. കാരണം നമുക്കും ആ ഒരു സങ്കടമുണ്ട്. അതെ, ശരിക്കും അത് വിഷമമുള്ള സംഭവമാണ്. പ്രവാസി ഇല്ലെങ്കിൽ പോലും നമ്മുടെ തന്നെ ബ്രദേഴ്സ് ഉണ്ടാവും, മലയാളികൾക്ക് പറയുന്നത്, ഇന്ത്യക്കാർ പറയുന്നത് 40 ആൾക്കാർ. ഇത് ഭയങ്കര സങ്കടകരമായ സിറ്റുവേഷനിലും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക, ആ ഒരു വൃത്തികെട്ട മെന്റാലിറ്റിയാണ്. രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിട്ടും ലൈക്ക് മതം എലമെന്റ് തലയ്ക്ക് പിടിച്ചിട്ടും ആയിരിക്കാം ഇങ്ങനത്തെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നത്. കുറേ പേരുണ്ട് കേട്ടോ, ഒരുപാട് 1-2 കമന്റ്സ് ഒക്കെ ഞാൻ എടുത്തിവിടെ വെക്കാം. എന്താണെങ്കിലും ഈ കമന്റുകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ പോകുന്നുണ്ട്. ചിരിക്കുന്ന സ്മൈലിയൊക്കെ എങ്ങനെ ഇടാൻ പറ്റണമെന്ന് മനസ്സിലാവില്ല. ചിലർ ചിരിക്കുന്ന സ്മൈലൊക്കെ ഇട്ട് പോകുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലാണ്, അതെ, സ്വന്തം കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമോ അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലൂടെ മീഡിയ അതിങ്ങനെ കറക്റ്റ് അപ്ഡേറ്റ്സ് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടായിരിക്കാം വിഷ്വൽസ് കാണിക്കുന്നത്. എന്താണെങ്കിലും അതൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. പിന്നെ ഈ വീടുകളിൽ ചെന്നിട്ടുള്ള അതും ഞാൻ എനിക്കതും ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില വീടുകളിൽ ഇവർക്ക് എന്താ പറ്റിയെന്ന് തന്നെ അറിയില്ല. ചില ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത് ന്യൂസുകാർ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ചില വീട്ടിലുള്ള ആളുകൾ അറിയുന്നത്. അവരങ്ങനെയല്ല അറിയിക്കേണ്ട ആ മരണ വാർത്തയൊന്നും. അത് അങ്ങനെ അറിയിച്ച് അവിടെ പോയി അവർ കരയുന്നത് മൊത്തത്തിൽ ഒരു മനുഷ്യന് കരയാനുള്ള സ്പേസ് കൊടുക്കണം. ആ സ്പേസും കൊടുക്കുന്നില്ല നിങ്ങൾ. അതൊക്കെ എന്താ പറയുക, പത്രധർമ്മം അല്ലെങ്കിൽ സംഗതികൾ ഇതൊക്കെ പാലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കുള്ള ആ ഒരു കാരണം ആളുകൾക്ക് എന്തായിന്ന് അറിയാത്ത സ്ഥലത്ത് ഇല്ലെങ്കിൽ പത്രക്കാർ ഇടിച്ചു കയറി ചെന്നിട്ടാണ് മരിച്ചു ഇതറിയിക്കുന്നത്. അങ്ങനെ അറിയിക്കുന്നത് ഷോക്ക് പോലും ഒരു വിട്ടുപോകാതെ അവർ ഇന്നാലും ആ സിറ്റുവേഷനൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ബെറ്റർ എന്നേ പറയാനുള്ളൂ. പിന്നെ ഒരു എടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് KG എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള വ്യവസായ പ്രമുഖനെയാണ് KBTC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിലേക്കാണ് ആളുകൾ NBTC എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് ആളുകൾ ജോലിക്ക് പോയത്. ഇത് വർഷങ്ങളായിട്ട് അങ്ങനെ ബിൽഡ് ചെയ്തെടുത്തൊരു സ്ഥാപനമാണ്, റെപ്യൂട്ടഡ് സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ എനിക്ക് അവിടെയാണ് ഇതിലൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷനസ് ഭയങ്കരമായിട്ട് തോന്നി. കാരണം ഒരുമാതിരി അങ്ങേര് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബട്ട് മീഡിയാസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇൻസിഡന്റിന് മുമ്പേ തന്നെ ഈ ഒരു വാർത്ത വന്നു. KG എബ്രഹാം ഈ ഇൻസിഡന്റ് വന്ന ഉടനെ തന്നെ KG എബ്രഹാം ഓൺ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി, ഈ കമ്പനിയിൽ തൊഴിലാളികളെ താമസിപ്പിക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുത്ത ഫ്ലാറ്റിനകത്ത് ഇങ്ങനൊരു തീപിടുത്തം നടക്കുന്നു.
അതിൽ തന്നെ ഓക്യുപ്പൻസിന്റെ എണ്ണം ഇപ്പൊ 150 ആളുകളെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 200+ ആളുകൾ അവിടെ ഓക്യുപ്പൈ ഓവർ ക്രൗഡിങ് ആക്കുന്നു. പഴയ പോലത്തെ ഒരു ലേബർ ക്യാമ്പ് സെറ്റപ്പ് അതിൽ നിന്ന് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകടമായൊരു മാറ്റം. പണ്ട് ഇങ്ങനെ എന്താ പറയാ ഒരു ഫ്ലാറ്റ് ആയില്ലോ, അത് ഒറ്റ നിലയിൽ നിന്ന് ഇപ്പൊ അത് ഫ്ലാറ്റുകളിലേക്ക് മാറി. ആ ഫ്ലാറ്റുകളിൽ ഇപ്പോ ഡിവൈഡ് ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ മറ്റേ തെർമോക്കോൾ പോലത്തെ ചെറിയ പാർട്ടീഷൻ ചെയ്യില്ല റൂമുകൾ, അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒന്നിന്റെ മുകളിൽ ബെഡും മറ്റേ ഇതൊക്കെ ഇട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഡോർമെട്രി സെറ്റപ്പിലേക്ക് അവര് മാറ്റിയെടുക്കുകയാണ്. ഇതൊന്നും കമ്പനിക്കാർ അറിയുന്നില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വേറെ ഉണ്ട്. കാരണം എൻ്റെ അറിവിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു കമ്പനിയിൽ ഒരു ലേബർക്ക് ഇൻഷുറൻസ് ഉണ്ടാവും, ഒരു ലേബർ ക്യാമ്പിൽ അവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടാവും. ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വന്നു. ഈ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ഓബിയസ്ലി അവിടുത്തെ ഇൻഷുറൻസ് കമ്പനികൾ എനിക്ക് ഒന്ന് കൈയൊഴിയും. കാരണം അവർ കറക്റ്റ് ഓക്യുപ്പൻസി അല്ല അതിനകത്ത്, റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കമ്പനികളാണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ന്യൂസിൽ ഞാൻ കണ്ടു, അവിടുത്തെ കുവൈത്തിൽ ഈ ഇൻസിഡന്റ് നടന്ന സ്ഥലത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ കുറെ പേരെ പിരിച്ചുവിട്ടു. മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ളവർ തന്നെ പിരിച്ചുവിട്ടു, സെക്യൂരിറ്റി കറക്റ്റ് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് പിരിച്ചുവിടലും കാര്യങ്ങളൊക്കെ നടന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ രാവിലെ തന്നെ ടോയിലൊരു ഇത് KG എബ്രഹാമിനെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ്. അത് ഇപ്പൊ എന്തിനു വന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. KG എബ്രഹാം ഓൺ ചെയ്യുന്ന കമ്പനിയിലാണ് തീപിടുത്തം, ആ കമ്പനിയുടെ ലേബർ ക്യാമ്പിലാണ് തീപിടുത്തം നടന്നത്. കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ കാണുന്നത് ടോയിലുള്ള റൈറ്റപ്പാണ്. ആ റൈറ്റപ്പിൽ ആടുജീവിതത്തിന്റെ പ്രൊഡ്യൂസേഴ്സിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. കൊച്ചിയിലെ ഒരു റിനൗണ്ട് ഹോട്ടലിന്റെ ക്രൗൺ പ്ലാസ ഹോട്ടൽ ഓൺ ചെയ്യുന്നു. അങ്ങനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള സാധനങ്ങൾ മറുനാടൻ മലയാളിയിൽ സാജൻസ് കറിയ സാർ ഇരുന്നിട്ട് KG എബ്രഹാം കുവൈത്തിന് കൊടുത്ത സംഭാവനകൾ, പ്രവാസ ലോകത്തിന് കൊടുത്ത സംഭാവനകൾ പറയുന്നു. ന്യൂസ് 18 കേരളം വന്നിട്ട് KG എബ്രഹാമിനെ കുറിച്ച് പറയുന്നു. ആരാണ് KG എബ്രഹാം എന്ന് പറയുന്നു. ഇവിടെ KG എബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചിട്ട് ഒന്നും അല്ല മലയാളികൾക്ക് അറിയേണ്ട ആവശ്യം. മലയാളികൾക്ക് പറയേണ്ട ആവശ്യം ഈ ഇൻസിഡന്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഓക്കെ, അതിപ്പോൾ ഇവിടുത്തെ മീഡിയാസിനും ഇവിടെ ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അവിടെ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയാണ് നിങ്ങൾ തരേണ്ടത്. അല്ലാതെ എനിക്കെന്തോ ഒരു വൈറ്റ് വാഷ് പോലെ തോന്നുന്നു. നെഗ്ലിജൻസ് ആയിരിക്കാം. കാരണം ഗ്യാസ് പടർന്ന് പോയെന്നൊരു കാര്യം പറയുന്നു. അവിടെ ഒരു വീഡിയോ രാവിലെ എനിക്ക് കിട്ടിയൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഒരു പയ്യൻ സംസാരിക്കുന്നതാണ്. ആ പയ്യൻ ഈ അപകടം നടന്ന ഫ്ലാറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന പയ്യനായിരുന്നു. അവന്റെ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞു, അവന്റെ കുറച്ചുകൂടി കൂടുതൽ അവൻ അറിയാലോ. അവന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് ആണ്, അപ്പൊ അവനത് അറിയാം. അപ്പൊ അവൻ അതിൽ പറയുന്നതാണ്. എനിക്കുള്ളൊരു സംശയമാണ്. കാരണം പിന്നെ ഈ എബ്രഹാം മാത്യു എന്ന് പറഞ്ഞ ആളാണ്, നമ്മളെ കോട്ടയംകാരനാണ്. അയാൾക്കുള്ളതാണ് ഈ കമ്പനി. കുവൈറ്റിലെ ഏറ്റവും വലിയ കമ്പനിയാണ് NBTC, നാഷണൽ ബത്ത ട്രേഡിംഗ് കമ്പനി. കുവൈറ്റിലെ ഏറ്റവും വലിയ കമ്പനിയാണ്, മലയാളിയാണ്. അദ്ദേഹം കഴിഞ്ഞ ഓണത്തിനാണ് പിണറായി വിജയന് പിന്നെ ദുരിതാശ്വാസത്തിന് 50 ലക്ഷം രൂപ കൊടുത്തത്, ദുരിതാശ്വാസ ഫണ്ടിലത്തേക്ക്. ആ 50 ലക്ഷം രൂപ ഒരു പൈസ പോലും ആർക്കും കൊടുത്തില്ല, അത് മൊത്തം അടിച്ചു മാറ്റി. ഇയാൾക്കുള്ള ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിലല്ല, ഇയാൾ പ്രസംഗിക്കുന്നത് പറയുന്നത്. ഇയാൾക്ക് വാപത്തം പറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു വീഡിയോ. അതും ഇപ്പോഴത്തെ മോദി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എനിക്കൊരു സംശയം. കാരണം ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ മാത്രമാണ് ഗ്യാസ്, അതായത് ഇത് മെസ്സുള്ളത്. മുകളിലത്തെ നിലയിലേക്ക് ഇത് മെസ്സോ ഗ്യാസോ സാധനമൊന്നും അലോഡില്ല. താഴത്തെ നിലയിൽ ഫ്ലാറ്റിൽ മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് മെസ്സുള്ളത്, കുക്ക് ചെയ്യാനും എല്ലാത്തിനുമുള്ള. അവിടെ നിന്നാണ് ഗ്യാസ് ലീക്കായിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ 5 നിലയുള്ള ബിൽഡിങ്ങാണ്. ഈ 5 നില വരെ ഒരേപോലെ ഗ്യാസ് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്ന സംഭവമല്ലത്. ഒരിക്കലും അങ്ങനെ ഗ്യാസ് സ്പ്രെഡ് ആവില്ല. അത് ഒരു ഗ്യാസ് കുറ്റിയിൽ അത്രയും 5 നില വരെ അത്രയും ഇതായിട്ട് പോകില്ല. 5 നിലയും ഒരുപോലെ കത്തിയതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ആസൂത്രണം എന്തെങ്കിലും ഉണ്ടോയെന്ന് അതൊക്കെ ഇനിയിപ്പോൾ അവർ കണ്ടുപിടിക്കും. അവർ നമ്മളെ നാട്ടിലെ പോലീസ് കൈക്കൂലി ഓടിക്കുന്നവരല്ലല്ലോ, അവരത് കണ്ടുപിടിക്കൂ. എങ്ങനെ ലീക്കായി, എന്തുകൊണ്ട് ഇത്രയും ഗ്യാസ് സ്പ്രെഡായി എന്നൊക്കെ അവർ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ എനിക്കതിലൊരു സംശയമുണ്ട്. ഏതെങ്കിലും ഈ പോകണം കിട്ടാന്മാരെ ആരെങ്കിലും വല്ലതും പൈപ്പും കണ്ടിച്ച് ഓടിച്ച് മൊത്തം തുറന്നു വിട്ടിട്ട് കത്തിച്ചാണോ എന്നൊരു സംശയം, എൻ്റെ ഒരു സംശയമാണേ. കാരണം അല്ലാതെ നമ്മൾ സാധാരണ ഞാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ തീ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൽ തീ പിടിച്ചാൽ ഒരൊറ്റ ഫ്ലാറ്റ് മാത്രമേ കത്തൂ, താഴത്തോ മേളിലോ ഒന്നും കത്തൂല. ആ ഒരു ഫ്ലാറ്റിൽ മാത്രമേ തീ കത്തുള്ളൂ. ഇത് താഴത്തെ നിലയിൽ നിന്ന് ഫുള്ള് മേളിൽ 5 നില വരെ 5 നിലയിൽ ഒരുപോലെ തീ കത്തുന്ന, അത്രയും ഒരിക്കലും അങ്ങനെ ഗ്യാസ് സ്പ്രെഡ് ആവില്ല. എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നൊരു സംശയം.
ഈ പയ്യൻ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ പിണറായി വിജയൻ മോദി എലമെന്റ് ഒന്നും എനിക്ക് അങ്ങനെ അത്ര കൺവിൻസിങ് അല്ല. കാരണം അത് ഇവൻ എന്ത് ബന്ധിപ്പിച്ച് പറഞ്ഞു എന്നുള്ളത് ഒരു പിടുത്തമില്ല. പക്ഷെ ഈ പയ്യൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ, അതായത് അവിടെ ഒരു ഗ്യാസ് കുറ്റിയിൽ നിന്ന് 5 നിലയിലേക്ക് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ ചില ന്യൂസുകളിൽ പറയുന്നുണ്ട് അവിടെ എല്ലാ റൂമുകളിലും ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന ആളുകൾ കുക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ സിലിണ്ടറൊക്കെ കരുതിയിരുന്നു. സ്പെയർ ആയിട്ടൊരു 20 സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു താഴത്തെ നിലയിൽ. അതും കൂടി കൂട്ടത്തിൽ പൊട്ടിയത് കൊണ്ടാണ് ഇത്ര ആഘാതം ഉണ്ടായതെന്നും ചില ന്യൂസുകളിൽ പറയുന്നുണ്ട്. ഇപ്പം അതിന്റെ അന്വേഷണവും കാര്യങ്ങളും, കാരണം പയ്യൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ഥലത്ത് അന്വേഷിക്കുന്നവർ അതെ അവർക്ക് അന്വേഷിച്ചേ പറ്റൂ. കാരണം കുവൈത്ത് കണ്ടതിൽ എനിക്ക് തോന്നുന്നു രാവിലെ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പോലെ 2ാമത്തെ ഏറ്റവും വലിയ എന്താ പറയുക ഫയർ ഇൻസിഡന്റ് ആണിത്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ അവരെന്തായാലും കാര്യമായിട്ട് എടുക്കും അത്. ഇനിയുള്ള ലേബർ ക്യാമ്പിൽ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ, ലേബർ ക്യാമ്പിലൊക്കെ താമസിക്കുന്നവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ കമ്പനി നിങ്ങളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അട്ടിക്കിട്ട് ആളുകളെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എംബസിയിൽ അറിയിക്കാം, നിങ്ങളുടെ നാട്ടിൽ അറിയിക്കാം. പഴയ പോലെ ഒരു ആട് ജീവിതം സെറ്റപ്പിലല്ലേ, അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ റൈറ്റിന് വേണ്ടി സംസാരിക്കാം. അതെ. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത് പുലർച്ചെയാണ് സംഭവിച്ചത്. ഈ പയ്യൻ പറഞ്ഞ കേസിൽ വേറൊരു സംഗതി എനിക്ക് മൈൻഡ് തോന്നി, ഇത് പുലർച്ചെ സംഭവിച്ചത്. അവനൊരു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 മണി, അവിടുത്തെ 4 മണി 5 മണി സമയത്ത് എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അത് സംഭവിച്ചു. അപ്പൊ പുക ചിലപ്പോൾ ശ്വസിച്ചിട്ടും മേ ബി മരണം സംഭവിക്കും. തിരിച്ചറിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എക്സാക്ട്ലി അങ്ങനെയായിരിക്കും. ചിലർ ചാടിയപ്പോൾ മരണം സംഭവിച്ചവരുണ്ട്, അറ്റാക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അന്വേഷണമൊക്കെ നടന്ന് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും പുറത്തു വരുമായിരിക്കും. പക്ഷേ നമ്മുടെ മലയാളം ന്യൂസ് ചാനലുകൾ ഈ കമ്പനിയുടെ ഓണറിനെ വെളുപ്പിക്കാൻ നടത്തുന്ന ഈ പരിപാടി എനിക്ക് KG എബ്രഹാം എന്ന് പറഞ്ഞ നിങ്ങൾ ലിറ്ററലി എനിക്ക് വെളുപ്പിക്കാൻ നടത്തുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ആവശ്യമില്ലാതെ, കാരണം മേ ബി അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ കമ്പനിയുടെ ഓണർക്കാണല്ലോ എന്താണ് ഈ ലേബർ ക്യാമ്പിൽ ഇത്ര ലേബേഴ്സിനെ എന്തിനു താമസിപ്പിക്കണം എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ താമസിപ്പിച്ചിട്ട് നിങ്ങളൊരു ആക്ഷൻ അതിൽ എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ആർക്കെതിരെ വരും? ഓണർക്ക് എതിരെ വരും. അത് ഇനി അടുത്ത കുവൈത്തിൽ അവരെ ഭരണാധികാരികളും കാര്യങ്ങളും എന്താണെങ്കിലും ഡെഫിനറ്റ്ലി കേസ് എങ്ങനെയാണെങ്കിലും ഓണർക്ക് നേരെ പോകും. എനിക്കെന്തോ ഒരു ഫിഷിനെസ് അതിൽ തോന്നി. എന്തിനാണ് മീഡിയക്കാർ ഇത്രയും ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ഒരു ആർട്ടിക്കിളും കാര്യങ്ങളും കവറേജും ഒക്കെ? ഐ ഡോണ്ട് നോ. നമ്മുടെ പൊളിറ്റീഷ്യൻസ് പോലും അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പിന്നെ നമ്മുടെ വീണ ജോർജ് പോകുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, ആ അപകട വിഷ്വൽസും കാര്യങ്ങളും ഒഴിവാക്കുക. പിന്നെ ഇങ്ങനത്തെ അപകടം നടന്ന മീഡിയ എല്ലാം ഓടിക്കയറിയിട്ട് ആദ്യം അവരുടെയൊക്കെ വീട്ടിൽ പോയി അറിയിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ വെളുപ്പിക്കൽ പ്രക്രിയ എന്തിനെന്നൊക്കെ വരും ദിവസത്തിൽ വന്നാൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. അത് കഴിഞ്ഞ് മീഡിയ അറിയാലോ, ഇവിടുത്തെ മീഡിയ പകുതിയും ഫണ്ടഡാണ്. അപ്പോൾ പിന്നെ ഫണ്ട് വാങ്ങുന്നവരോടുള്ള കൂറാണോ എന്നും പറയാൻ പറ്റില്ല. അതൊരു സൈഡിൽ വേറെ ഉണ്ട്.